കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ ശുചിമുറിയിൽ പാമ്പ് വന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇത്. പാമ്പിനെ കണ്ട് അവിടുത്തെ അന്തേവാസികളായ ആളുകൾ അതിനു ചുറ്റും കൂടുകയും കൗതുകത്തോടെ ആ പാമ്പ് എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പാമ്പ് എലി പിടിക്കുകയാണ് എന്നാരോ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാമ്പല്ല ചേരയാണ് എന്നുള്ള അഭിപ്രായങ്ങളും ഉയരുന്നു. ദൃശ്യങ്ങൾ കാണാം. ഈ ഡോറിന്റെ സൈഡിൽ ഒരു പത്തുണ്ടാവും. പത്ത് വഴി വരും. ഞാൻ നോക്കിണ്ടിരിക്കുക. മറ്റേ സാധനം വെച്ചിട്ട് കൊല്ലാൻ പറ്റുമോ? വടിവെല്ലാം വേണോ? പേഷ്യൻസ് എല്ലാം ഒന്ന് പുറത്തേക്ക്. പരിയാരം മെഡിക്കൽ കോളേജ് മാത്രമല്ല, ഇതുപോലെ സംസ്ഥാനത്തുള്ള നിരവധി സർക്കാർ ആശുപത്രികളിൽ ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഉള്ള കെട്ടിടങ്ങൾ പൊടിഞ്ഞു വീഴാറായ അവസ്ഥയിലും അതുപോലെ തന്നെ നല്ല അല്പമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന കെട്ടിടങ്ങൾ വേണ്ടത്ര രീതിയിൽ മെയിന്റനൻസ് നടത്താതെയും ഒക്കെയുള്ള ശോചനീയമായ അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ പല സർക്കാർ ആശുപത്രികളിലും ഉള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവം നടന്നിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. അതിനുശേഷം പല ആശുപത്രികളിലും, കേരളത്തിലുള്ള പല സർക്കാർ ആശുപത്രികളിലെയും അവിടെ എത്തുന്ന കൂട്ടിരിപ്പുകാരും അതുപോലെ തന്നെ രോഗികളുമൊക്കെ അവിടുത്തെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ തയ്യാറായി രംഗത്ത് വന്നിരിക്കുകയാണ്. എല്ലായിടത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ആശുപത്രി പോലും, ഒരു സർക്കാർ ബിൽഡിംഗ് പോലും പൂർണ്ണമായും സുരക്ഷിതമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത്രമാത്രം പ്രശ്നങ്ങളാണ് ഈ ആരോഗ്യമേഖല ഇപ്പോൾ നേരിടുന്നത്. ആരോഗ്യമേഖലയിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ കൂട്ടാക്കുന്നില്ല. അതുപോലെ വേണ്ടത്ര ചികിത്സാ ഉപകരണങ്ങൾ അവിടെ എത്തിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഇതിനൊക്കെ വ്യക്തമായ തെളിവുകളോടുകൂടി ജീവനക്കാർ അടക്കം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ജീവനക്കാരെ ഒറ്റപ്പെടുത്തുന്ന ചില സംഭവങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങളാണ് കേരളത്തിൽ അതിനുശേഷം സംജാതമായത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഏറെക്കുറെ കേരളത്തിലെ ആരോഗ്യരംഗം എത്രമാത്രം ശോചനീയ അവസ്ഥയിലാണ് എന്നുള്ളത് ഈ ഒരു മാസത്തിലെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് നമ്പർ 1 കേരളത്തിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. പലപ്പോഴും കോവിഡിന്റെ കാലത്ത് മന്ത്രിസഭയും അതുപോലെ മന്ത്രിമാരും എന്തിന് മുഖ്യമന്ത്രി അടക്കം വാതോരാതെ പറഞ്ഞ ഒരു സംഭവമായിരുന്നു കേരളത്തിന്റെ ആരോഗ്യമേഖല എന്ന് പറയുന്നത്. കേരളത്തിന്റെ ആരോഗ്യമേഖല മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് വരെ മാതൃകയാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇത്രത്തോളം ശോചനീയമായ ഒരു അവസ്ഥ മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. ഇത്രത്തോളം പ്രബുദ്ധരായ ജനത ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത്, ഇത്രത്തോളം ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ശുചിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനത ഉള്ള ഒരു സംസ്ഥാനത്തിലാണ് ഇങ്ങനെ ശോചനീയ അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടായ രീതിയിൽ ആശുപത്രി സംവിധാനങ്ങൾ തകിടം മറിഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ ഒരു ആരോഗ്യ മേഖലയിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ട് വരണം എന്ന ആവശ്യം ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.